ഞങ്ങളുടെ അടുത്ത യാത്ര അൽഫോൻസാമയുടെയും അമ്മയുടെ ആധ്യാത്മിക ഗുരുവായിരുന്ന ലൂയിസ് പെരുമാലച്ഛന്റെയും ഇടവകയായ കുടമാളൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലേക്കായിരുന്നു. ചെമ്പകശ്ശേരി രാജാവിനാൽ പണികഴിപ്പിക്കപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ഈ ദേവാലയത്തിലാണ് അന്നക്കുട്ടി എന്ന അൽഫോൻസാമയെ മാമോദീസ മുക്കിയതും ആദീർവാനം സ്വീകരിച്ചതും. അന്നത്തെ ആ മാമോദീസ തൊട്ടി ഇന്നും ഇവിടെ സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്രേ. അത് കാണാനുള്ള തിടുക്കത്തിലായിരുന്നു ഞാൻ. എന്നാൽ പള്ളി വികാരി ജോർജ് കൂടത്തിലച്ഛൻ ദേവാലയത്തെക്കുറിച്ചും അൽഫോൻസാമയെക്കുറിച്ചും എത്ര ഭംഗിയായാണ് വിശദീകരിച്ചു തന്നത്. ഞങ്ങളെല്ലാവരും അതെല്ലാം ആകാംക്ഷയോടെ കേട്ടു നിന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുടമാളൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ മോണ്ടളത്തിലാണ്. ഈ പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്, പൗരാണികത്വമുണ്ട്, വലിയ മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രമില്ല ഇതിൻ്റെ പിന്നിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇത് 1125 അന്നത്തെ ചെമ്പകശ്ശേരി രാജാവിനാൽ സ്ഥാപിതമായ പള്ളി. രാജാവിന് അതിൻ്റെ ഐതിഹ്യം പറയുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിലും പ്രത്യേകിച്ച് ഈ ഭാഗത്തുകൂടി കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വേളയിലും പൈശാചികമായ ബുദ്ധിമുട്ടുകളും ഭൂതപ്രേതാദികളും ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കാരണം തിരക്കി അദ്ദേഹം ജ്യോതിഷന്മാരെ കണ്ടപ്പോൾ ജ്യോതിഷ വിധിപ്രകാരം ക്രിസ്ത്യാനിക്ക് ഒരു ദേവാലയം പണിത് കൊടുത്ത് അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തണമെന്നൊരു വിധിയാണ് ഉണ്ടായത്. അത് മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യമായി പൂഞ്ഞാർ കൈമളുടെ ഒരു കാര്യസ്ഥനായ ഔരാജാക്കോ തരകനെ ഇവിടെ വിളിച്ചു കൊണ്ടുവരികയും അദ്ദേഹവുമായി ഈ കാര്യം സംസാരിക്കുകയും ഒരു കൊച്ചു പള്ളി അവിടെ പണിയുകയും ചെയ്തു. ഈ ഔരാതരകൻ പിന്നീട് കുറേങ്ങാട്, അങ്കമാലി, അരുവിത്ര സ്ഥലങ്ങളൊക്കെ ഉള്ള ക്രിസ്ത്യാനികൾ കുറേ പേരെ കൂടെ കൂട്ടിയുടെ കൊണ്ടുവരികയും അങ്ങനെ കൊച്ചു സമൂഹം, ക്രൈസ്തവ സമൂഹം ഉണ്ടായി. അദ്ദേഹം തന്നെ ഒരു വൈദ്യനെ ഇവിടെ വരുത്തി കുർബാനയും മറ്റ് കർമാദികളും തിരുക്കർമാദികളും നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ 1125 ആരംഭിച്ച ഈ ദേവാലയം ഇന്ന് വളർന്ന് വികസിച്ച് ഏതാണ്ട് 2500ഓളം ഇടവക്കാരുള്ള വലിയ ഇടവകയായി മാറിയിരിക്കുക. ഇപ്പോഴിടവയെ സംബന്ധിച്ച് ഇതിൻ്റെ പേര് ലോകമെമ്പാടും പ്രസിദ്ധമാകാൻ തക്കവണ്ണം ഇടയായത് ഈ ഇടവകയുടെ അരുമസന്താനമായ മുട്ടത്തുപാടത്ത് ജോസഫ് മറിയം ദമ്പതികളുടെ പൊന്നോമന മകളായ അന്നക്കുട്ടി എന്ന കുഞ്ഞ്, ആ കുഞ്ഞ് ഈ പള്ളിയിലെ ഈ പരിപാവനമായ മാമൂസ തൊട്ടിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈ പള്ളിയിൽ പ്രഥമ വികാരണം സ്വീകരിച്ച് വളർന്ന് ബാല്യപ്രായമായപ്പോൾ അമ്മ മരിച്ചത് പോയതുകൊണ്ടും വല്യമ്മയ്ക്ക് നോക്കുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അമ്മയുടെ ഒരു സഹോദരി ഇവിടെ മുട്ടിയിറക്കി കൊണ്ട് അവിടെ വളർത്തുകയും ചെയ്തു. അൽഫോൻസാമ്മ വിശുദ്ധിയായത് വാസ്തവത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോഴല്ല, മറിച്ച് 1910 ഓഗസ്റ്റ് 27 ഈ മാമോസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോഴാണ് വിശുദ്ധിയായത്. അന്ന് ലഭിച്ച ആ വിശുദ്ധി ജീവിതകാലം മുഴുവൻ അഭംഗരം കാസൂക്ഷിച്ചുകൊണ്ടാണ് അവൾ ഇന്ന് വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെടാൻ ഇടയായത്. അൽഫോൻസാമ്മയുടെ പേരും അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയും ആ ജീവിതമാറി ഇന്ന് ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചിരിക്കുകയാണ്. അനേകർ ഇവിടെ വന്ന് അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലും ഈ പള്ളിയിലും വന്ന് പ്രാർത്ഥിച്ച് നിർവൃതി അടഞ്ഞു പോകുന്നു. ഇവിടെ എത്രയോ കുഞ്ഞുങ്ങൾ ജന്മം കൊണ്ടു. എന്നാൽ ഇത് ധന്യമായത് അൽഫോൻസാമ്മയുടെ വിശുദ്ധി കൊണ്ടല്ലേ? വിശുദ്ധിയുടെ മഹാത്മ്യം ഞാൻ തിരിച്ചറിയുകയായിരുന്നു.